ടോം ലോഫ്റ്റിസിന് വളരെ സന്തോഷമുണ്ടാക്കുന്ന ആനന്ദ കാഴ്ചകളിലൂടെയാണ് നമ്മൾ വിഡോസ് ബേ പരമ്പരയുടെ 3ാം എപ്പിസോഡിലേക്ക് കണ്ണെടുത്ത് വയ്ക്കുന്നത്. അയാളുടെ പ്രയത്നം കൊണ്ട് ഇവിടേക്ക് എത്തിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർ ആർതറിൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷായ ശേഷം വിഡോസ് ബേ വീണ്ടും ഉണരുകയാണ്. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിത്തുടങ്ങുന്നു. അവർ ഈ കുഞ്ഞു ദ്വീപ് ആസ്വദിക്കാൻ തുടങ്ങുന്ന നല്ല മനോഹര ദൃശ്യങ്ങൾ ചുറ്റുമെങ്ങും. അവിടെയുള്ള ചരിത്ര മ്യൂസിയം, അവിടെയും ആൾക്കാർ തിങ്ങിക്കൂടുകയാണ് വിഡോസ് ബേ എന്ന ഈ ടൗണിൻ്റെ കഥകൾ അറിയാൻ. അവിടെ പ്ലേ ചെയ്യുന്ന ഒരു പഴയ ഫൂട്ടേജിലൂടെ നമുക്കതേക്കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. ന്യൂ ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് നിന്ന് ഏകദേശം 42 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. റിച്ചാർഡ് വാറൻ എന്ന വ്യക്തിയാണ് ഈ ഒരു വിഡോസ് ബേയുടെ ഫൗണ്ടർ എന്നും അയാളാണ് ദ്വീപിൻ്റെ ആദ്യത്തെ മേയർ എന്നും പറഞ്ഞ് തുടങ്ങുന്ന വീഡിയോയിൽ ഈ സ്ഥലത്തെ ഒരു കൊളോണിയൽ പ്രദേശമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഈ ദ്വീപ് തന്നെ കൊളോണിയലിസത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്നിരിക്കെ അതിനെ അങ്ങനെ പ്രത്യേകമായി ലേബിൾ ചെയ്തത് വിചിത്രമായി തോന്നും. എന്തായാലും ഏകദേശം 3000-ഓളം ആളുകളാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത്. വീഡിയോ പ്രസൻറ്റേഷൻ തീരുന്ന സമയത്ത് അതിൻ്റെ അവതാരകൻ വളരെ സ്റ്റൈലായി സെറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അൺഫോർച്യുനേറ്റ്ലി അവിടുത്തെ വാതിൽ തുറക്കാൻ കഴിയാതെ ജാമായി പോവുകയും അയാൾ അവിടെ തന്നെ നിന്നു പോകുന്ന സമയത്ത് തന്നെ ഫൂട്ടേജിൻ്റെ എൻഡ് ക്രെഡിറ്റ്സും കാണിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വിചിത്രമായ വീഡിയോ പ്രസൻറ്റേഷനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. മേയർ ലോഫ്റ്റിസ് തൻ്റെ ഇൻ ഹോട്ടലിലെ ക്യാപ്റ്റൻ സ്വീറ്റ് മുറിയിലിരുന്ന് TV-യിൽ കാണുകയായിരുന്ന വ്ളോഗിൽ അതിലെ പ്രസൻറ്റേഷൻ നടത്തുന്നയാൾ ചുറ്റും കാട്ടിത്തരാമെന്ന് പറഞ്ഞ് ദൂരേക്ക് നടന്നു പോയി. ക്യാമറ ആണെങ്കിൽ അവിടെ തന്നെ സ്റ്റില്ലായി റെക്കോർഡ് ചെയ്ത് അയാളെ തന്നെ കാണിച്ചുകൊണ്ടേയിരുന്നു. ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ടോം മറ്റൊരു ഭയപ്പെടുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചു. ഒരു കറുത്ത രൂപം അവിടെ നിന്ന് തന്നെ സൂക്ഷിച്ച് നോക്കുന്നതായി അയാൾക്ക് തോന്നി. ആ നിമിഷം തന്നെ ടെലിവിഷൻ ഷോർട്ട് സർക്യൂട്ടായി പൂർണ്ണമായും ഓഫായി പോവുകയും ചെയ്തു. ആദ്യ നോട്ടത്തിൽ ഇതെല്ലാം വെറും തമാശകളായി നമുക്ക് തള്ളിക്കളയാം. എങ്കിലും ആ വീഡിയോകൾ കാണുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു ഭയം അല്ലെങ്കിൽ ഒരു വശപ്പിശക് ഫീലിംഗ് തോന്നാതിരിക്കത്തില്ല. എന്തായാലും നമുക്ക് നിലവിലെ സിറ്റുവേഷനിലേക്ക് വരാം. ആ ദ്വീപിൻ്റെ ചരിത്ര വീഡിയോ അവസാനിച്ചതിനു ശേഷം മ്യൂസിയത്തിലെ ചരിത്രകാരിയായ ജെറി അവിടേക്കുന്ന സന്ദർശകരോട് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നത് കേൾക്കാം. റിച്ചാർഡിൻ്റെ 2ാമത്തെ ഭാര്യയായ സാറയെക്കുറിച്ച് പറയുകയായിരുന്നു അത്. എന്നാൽ അവിടെ അവർക്കൊരു വലിയ തെറ്റ് വരുന്നുണ്ട്. ജെറി റിച്ചാർഡിനെ വിശേഷിപ്പിച്ചത് ഒരു വിഡോവർ എന്നാണ്. സാധാരണ വിഡോവർ എന്ന് പറയുന്നത് ഭാര്യ മരിക്കുകയും പിന്നീട് മറ്റു വിവാഹം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന പുരുഷനെയാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം സേറ റിച്ചാർഡിൻ്റെ 2ാമത്തെ ഭാര്യയാണെന്ന് അവൾ പറയുന്നുമുണ്ട്. അതിനർത്ഥം അയാൾ 2ാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ അയാളെ വിഡോവർ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ 2ാമത്തെ ഭാര്യ മരിച്ചു എന്ന് നമുക്ക് ഊഹിക്കാം. റിച്ചാർഡിനെ ലേബിൾ ചെയ്തതിൽ വന്ന ഈ ഒരു ആശയക്കുഴപ്പം തൽക്കാലം അവിടെ നിൽക്കട്ടെ. എങ്കിലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട സൂചനയാണ്. അതേസമയം ടോം ലോഫ്റ്റിസിനെ നോക്കിയാൽ അയാളെ നമുക്ക് വിഡോവർ എന്ന് വിളിക്കാൻ പറ്റും. കാരണം ഭാര്യ മരിച്ചിട്ട് വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ പ്രവേശിക്കുന്നത് കണ്ട് മേയർ അതീവ സന്തുഷ്ടനാണ്. അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വഴിത്തിരിവിൽ മാപ്പും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നു. അവർ വഴിതെറ്റി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ടോം സഹായിക്കാനെന്നോണം നിർത്തി ചോദിക്കുമ്പോൾ തനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ലെന്നും കാരണം ആരും ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റ് സൈനുകളും വെട്ടിക്കളഞ്ഞിട്ട് ആക്ഷേപരൂപേണ ഓരോ കളിയാക്കൽ പേര് നൽകിയിരിക്കുകയാണെന്നും ആ ടൂറിസ്റ്റ് ടോമിനോടായി ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ തന്നെ മകൻ ഇവാൻ്റെയും കുട്ടരുടെയും പണി ആയിരിക്കും തന്നെയാണ് അയാളുടെ ചിന്ത. ഇപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ടോം പറഞ്ഞു, എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വണ്ടിയിൽ അവിടേക്ക് കൊണ്ടാക്കാം. ആദ്യമേ അവർ മടിച്ചെങ്കിലും തന്നോട് സംസാരിക്കുന്നത് ഈ ദ്വീപിൻ്റെ മേയർ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ ആ സഹായം സ്വീകരിച്ചു. വണ്ടിയിൽ പോകുന്ന വഴിക്ക് അവർ താൻ ഇവിടെ വരാനുള്ള കാരണം വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഒരു കൂട്ടുകാരുടെ ബാച്ചുലർ പാർട്ടി ഈ ഡെസ്റ്റിനേഷനിലാണ് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതെന്നും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ ദ്വീപിലേക്ക് വന്നത്. അവരും കൂട്ടുകാരും താമസിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രേതബാധയുള്ള ഇൻ ഹോട്ടലിലാണെന്നും വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടപ്പോൾ ടോം ആകാംക്ഷയോടെ ചോദിച്ചു, അവിടുത്തെ ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാൽ അവർ യാതൊരു പരാതിയും പറഞ്ഞില്ല. പകരം ഈ സ്ഥലം വളരെ ശാന്തവും മനോഹരവുമാണ് എന്നാണ് അവർ പറഞ്ഞത്. ടോമിന് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമാണ് തോന്നിയത്. കാരണം അയാൾ അവിടെ കഴിഞ്ഞപ്പോൾ സംഭവിച്ച നിഗൂഢ സംഭവങ്ങൾ അതിന് ചിലപ്പോൾ പുള്ളിയുടെ തോന്നലാണോ എന്നും അറിയില്ല. എങ്കിലും അത്തരം ഭീകരതകൾ അനുഭവിച്ചതല്ലേ. ആ സ്ത്രീ വിഡോസ് ബേയുടെ അന്തരീക്ഷത്തെയും ഭംഗിയും ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു. താൻ എവിടെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ എല്ലാ ദിവസവും കടൽ തീരത്ത് പോകുമായിരുന്നുവെന്നും സന്തോഷത്തോടെ സമയം ചെലവഴിക്കുമെന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ട സന്തോഷത്തിൽ ടോം അവളെ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന വലിയൊരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ദ്വീപിലെ ഇനാഗുറൽ സിം ഉദ്ഘാടന നീന്തൽ ചടങ്ങായിരുന്നു അത്. എല്ലാ കൊല്ലവും നടത്തുന്ന ടൗണിൻ്റെ ഒരു പരമ്പരാഗത ചടങ്ങാണത്. നാട്ടുകാരെല്ലാം കടൽ തീരത്ത് ഒത്തുകൂടുകയും മേയറായ ടോം കടലിലിറങ്ങി നീന്തി ആ കടൽ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു ചടങ്ങ്. ഇതേക്കുറിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ ലോഫ്റ്റിസ് തൻ്റെ ടീമിനോട് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്നുണ്ടെന്ന് തന്നെ അറിയുന്നത് തന്നെ. എന്തായാലും അവർ ലോഫ്റ്റിസിൻ്റെ ഈ ഒരു ക്ഷണം പൂർണ്ണമായി സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തില്ല. പകരം അന്നേ രാത്രി അവിടെയുള്ള ബാറിലായി കൂട്ടുരമൊത്ത് കൂടുന്നുണ്ടെന്നും നമുക്ക് പറ്റുമെങ്കിൽ അവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞു. താൻ ഇടയ്ക്ക് പോകാറുള്ള ബാറാണ് അതെന്നും നോക്കാമെന്നും പറയുമ്പോൾ ലോഫ്റ്റിസിൻ്റെ ഉള്ളി കുളിര് കോരുമായിരുന്നു. കാരണം എത്രയോ കാലങ്ങളായിട്ട് ആളൊരു പ്രണയസുഖമെല്ലാം നടക്കുവാണ്. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ലോഫ്റ്റിസിൻ്റെ മനസ്സിൽ വീണ്ടും ലഡുകൾ പൊട്ടിക്കുന്നു. അങ്ങനെ അവരെ പോകേണ്ട സ്ഥലത്തേക്ക് ഇറക്കി വിട്ട ശേഷം ടോം നേരെ ടൗൺ ഹാളിലേക്ക് പോയി.
അവിടെ തൻ്റെ ജീവനക്കാരുമായി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴും ടോമിൻ്റെ മനസ്സ് മുഴുവൻ ആ സ്ത്രീയിലായിരുന്നു. മീറ്റിങ്ങിൽ ഒട്ടും ശ്രദ്ധിക്കാതെ അങ്ങനെ ഒരു ലവ്ലി ഫീലിംഗിൽ ഇരിക്കുമായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ടോം ഇപ്പോൾ വളരെ വിരസവും സ്നേഹമില്ലാത്തതുമായൊരു ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുന്ദരിയ സ്ത്രീയോടൊപ്പം ഡേറ്റിങ്ങിന് പോകാം എന്ന ചിന്ത തന്നെ അയാളെ പകൽക്കിനാവ് കാണാൻ പ്രേരിപ്പിച്ചു. തനിക്കും രണ്ടാമതൊരു വിവാഹം കഴിച്ച് സന്തോഷകരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ അയാളിൽ മുട്ടിട്ട് തുടങ്ങി. മീറ്റിങ്ങിനിടയിൽ ഡെയിൽ ടോമിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അവിടുത്തെ ബിസിനസ്സുകാർ പുതുതായി കൊണ്ടുവരാൻ പോകുന്ന സിറ്റി സെയിൽസ് ടാക്സിനെ ശക്തമായി എതിർക്കുകയാണ്. അവർ ടോമിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നികുതി തങ്ങളുടെ പക്കൽ നിന്ന് നേരിട്ട് വന്ന് പിരിക്കാനാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ താങ്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു. ഡെയിൽ ഇതിനെ ഒരു വലിയ ആശങ്കയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഡെയിൽ പറഞ്ഞതൊന്നും ടോമിൻ്റെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. കാരണം അയാളുടെ ചിന്ത മുഴുവൻ ആ സുന്ദരിയായ ടോസ്റ്റിനെ കുറിച്ചായിരുന്നു. ഉദ്ഘാടന നീന്തലിന് ശേഷം വൈകി ഒരു സൺസെറ്റ് കോക്ടെയിൽ പാർട്ടി പട്രീഷ്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതേപ്പറ്റി ടോം തൻ്റെ സ്റ്റാഫായ പട്രീഷ്യയോട് തന്നെ ചോദിച്ചു, ഈ കോക്ടെയിൽ പാർട്ടി നടക്കുന്ന കാര്യം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടോ എന്ന്. പട്രീഷ്യ ആകട്ടെ ഇത് കേട്ട് ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവളും റോസ്മേരിയും ചേർന്ന് ദിവസങ്ങളായി ഫ്ലയറുകളും നോട്ടീസുകളും വഴി ഈ പരിപാടിയെക്കുറിച്ച് വലിയ രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ടോം അത് സമ്മതിച്ചു കൊടുത്തില്ല. താനിപ്പോൾ കണ്ടുമുട്ടിയ ടൂറിസ്റ്റിന് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് ടോം വാദിച്ചു. അതുകൊണ്ട് ദ്വീപിലെ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഈ പരിപാടിയുടെ നോട്ടീസുകൾ കൃത്യമായി എത്തിക്കാൻ ടോം പട്രീഷ്യയ്ക്ക് കർശന നിർദ്ദേശം നൽകി. ടോമിൻ്റെ ഈ ഒരു പെരുമാറ്റം പട്രീഷ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വഴിക്ക് വെച്ചൊരു പെണ്ണിനെ കണ്ട് ലിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ അവളുടെ ചിന്ത അതേക്കുറിച്ചാണ്. എത്ര വയസ്സ്, ലിഫ്റ്റ് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടൊരു പരാതി കൂടി, താനൊരിക്കൽ വണ്ടി പഞ്ചറായി കിടന്നപ്പോൾ അതിലെ കൂടെ പോയിട്ട് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. തന്നെയെന്നല്ല ആർക്കും മേൽ ലിഫ്റ്റ് കൊടുക്കാത്തതാണ്. എന്നിട്ടിപ്പോൾ ഒരു ടൂറിസ്റ്റിന് ലിഫ്റ്റ് കൊടുത്തേക്കുന്നു. എന്നിട്ട് അവിടെ വാക്കും കേട്ട് ഇവിടെ വന്നുള്ള പെരുമാറ്റവും. പട്രീഷ്യയ്ക്ക് ടോമിനോടൊരു ഇഷ്ടമുണ്ട് കേട്ടോ. അതാണ് അവൾ ഇതുപോലെ ചൂഴിഞ്ഞ് ചോദിക്കുന്നതും പറയുന്നതൊക്കെ. ലോവ്റ്റീസ് ആകട്ടെ ഇതെല്ലാം കേട്ടിട്ട് അത് അപ്പോഴത്തെ സാഹചര്യമാണെന്നും വേണമെങ്കിൽ ദയിരിക്കുന്ന റൂത്തിനെ രാത്രി വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും സംഭവിക്കേണ്ട കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ടോമിൻ്റെ തലയിൽ വീണ ആ സ്ത്രീ വിരോധി എന്ന ലേബൽ അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെ രാത്രി ലോവ്റ്റീസ് ആ ബർണബസ് ബാറിലേക്ക് അവരെ കാണാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവാൻ ഇത് കണ്ട് രാത്രി വീട്ടിൽ നിന്ന് മുങ്ങാനുള്ള അവസരമായി കണ്ട് അർത്ഥം വെച്ചുള്ള ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. താൻ ഇന്ന് രാത്രി വീട്ടിൽ തന്നെ ഇരുന്നോളാം എന്ന് ഇവാൻ പറയുന്നുണ്ട്. കാരണം ലോവ്റ്റീസ് കർക്കശമായി പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങി പോരുന്നെന്ന്. അന്ന് പള്ളിയിൽ മണിയടിച്ചതും വഴിയിൽ സ്ട്രീറ്റ് സൈനുകൾ വെട്ടി കളിയാക്കൽ പേരുകൾ ഇട്ടതൊക്കെ ഇവനും കൂട്ടാളികളും ആണെന്നാണ് ടോം വിചാരിക്കുന്നത്. അവൻ്റെ മട്ടുംഭാവമൊക്കെ കണ്ട ഇതെല്ലാം കറക്റ്റാണെന്ന് തോന്നിപ്പോവും. പക്ഷേ പള്ളിമണിയുടെ അത്ഭുതം നമ്മൾ മുന്നേ കണ്ടതാണ്. ഇവാൻ ഇനിയും തൻ്റെ വാക്കുകൾ അനുസരിക്കില്ല എന്ന് ടോമിനറിയാം. എങ്കിലും തൻ്റെ പേര് ചീത്തയാക്കുന്ന ഒന്നും അവൻ ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടോം ബാറിലേക്ക് തിരിക്കുന്നു. അങ്ങനെ ടോം ബർണബസ് ബാറിലേക്ക് എത്തി ആ സ്ത്രീക്കായി മണിക്കൂറുകളോളം കാത്തിരുന്നു. എന്നാൽ അവൾ അവിടെ വന്നതേയില്ല. വലിയ നിരാശയോടെ ടോം തൻ്റെ കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അർദ്ധരാത്രിയിലെ ആ വിജനമായ റോഡിലൂടെ ഒരു പ്രായമായ സ്ത്രീ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് ടോം കാണുന്നു. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഒരുപക്ഷെ ടോം അത് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു പോയനെ. എന്നാൽ ഓഫീസിൽ വെച്ച് താൻ ഭംഗിയുള്ള സ്ത്രീകളെ മാത്രമേ സഹായിക്കൂ എന്ന വിമർശനം ഇപ്പോൾ കേട്ടതുകൊണ്ട് ടോം വണ്ടി നിർത്താൻ തീരുമാനിച്ചു. അയാൾ കാർ നിർത്തി ആ വൃദ്ധയോട് സഹായം വല്ലതും വേണോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ കണ്ടത് ഭീതിജനകമായ കാഴ്ചകളായിരുന്നു. വെള്ള വസ്ത്രമിട്ട് മുടിയൊക്കെ പാറിച്ച് നടന്ന അവർ കുറച്ചു നേരം ഒന്ന് നിന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ടോമിൻ്റെ കാറിന് നേരെ വരികയും ചെയ്തു. പേടിച്ചുപോയ ടോം വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ കുറച്ചു ദൂരം മാറിയ ശേഷം അയാൾ വണ്ടി നിർത്തി. താൻ കണ്ടത് സത്യം തന്നെയാണോ അതോ തോന്നലാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ സമയം കൊണ്ട് ആ വൃദ്ധ ഓടി വന്ന് ടോമിൻ്റെ കാറിൻ്റെ വാതിൽ പിടിക്കുകയും ടോമിൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് വലിക്കുകയും ചെയ്തു. അയാളാകെ പേടിച്ചുറച്ച് വണ്ടിയുടെ ആക്സിലേറ്റർ അമർത്തി അവിടെ നിന്ന് പാഞ്ഞുപോയി. ആ പോക്കിൽ വൃദ്ധ ടോമിൻ്റെ കയ്യിൽ തൻ്റെ നഖം കൊണ്ട് ആഴത്തിലൊരു പോറലുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ടോം തൻ്റെ സുഹൃത്തായ ഷെരീഫ് ബച്ചറിനോട് ഈ ആക്രമണത്തെക്കുറിച്ച് പറയുന്നു. നല്ല പ്രായമുള്ള വൃദ്ധ സ്പീഡിൽ ഓടുന്നു. മെയിൻലാൻഡിൽ നിന്ന ഫെറിയിൽ എങ്ങനെയോ കയറിക്കൂടി ഇവിടേക്കെത്തി വഴിതെറ്റി കാട്ടിലൂടെ നടക്കുന്നതാകാം എന്നൊക്കെയാണ് ലോവ്റ്റീസിൻ്റെ ചിന്തകൾ. ബച്ചീർ എന്നാൽ ഇതൊന്നും വലിയ ഗൗരവമായി എടുക്കുന്നുമില്ല. കാരണം മുമ്പ് ഹോട്ടലിൽ വെച്ചും ആൾ കുറേ എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ സമയം കളഞ്ഞതാണ്. എന്തായാലും ഇതിനുശേഷം ടോം ഡോക്ടറെ പോയി കണ്ട് ആ മുറിവ് കെട്ടുന്നുണ്ട്. മുറിവിൽ ഉപ്പുവെള്ളം തട്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന നീന്തൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഡോക്ടർ ഉപദേശിക്കുന്നു. എന്നാൽ തൻ്റെ ജനപ്രീതിയും പൊതുപ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി ആ നീന്തൽ ചടങ്ങിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് ടോം വാശി പിടിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ടൗൺ ഹാളിലെത്തുമ്പോൾ ഡെയിലും പട്രീഷ്യയും കയ്യിലെ മുറിവിൻ്റെ കെട്ട് കണ്ട് ചോദിക്കുന്നത് സ്വാഭാവികം. രാത്രിയിൽ വൃദ്ധ ആക്രമിച്ചാരെയും ടോം വിവരിക്കുമ്പോൾ പട്രീഷ്യ അതിനെയും കളിയാക്കാനാണ് ഉപയോഗിക്കുന്നത്. ടോമിൻ്റെ പ്രായ വിവേചനത്തെയും സ്ത്രീവിരുദ്ധതയുമാണ് അവൾ വീണ്ടും കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അസിസ്റ്റൻ്റായ റോസ്മേരിയുടെ മുഖം പെട്ടെന്ന് ഗൗരവമുള്ളതായി മാറി. ടോം തൻ്റെ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ റൂത്ത് തടഞ്ഞു നിർത്തി ഒരു കാര്യം പറയുന്നു. ആ ടൂറിസ്റ്റ് ലേഡി, അതായത് മരിസ, അതാണ് അവരുടെ പേര്. മരിസ ടോമിനെ കാണാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ടോം അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾ തിരിച്ചുപോയി.
പോകുന്നതിന് മുമ്പ് ഇനാഗുറൽ സിമ്പിൾ വെച്ച് കാണാം എന്നവൾ പറഞ്ഞതായി റൂത്ത് ടോമിനെ അറിയിക്കുന്നു. ഈ വാർത്ത കേട്ടതോടെ ടോമിൻ്റെ മൂടങ്ങ് മാറി. അയാൾ സന്തോഷത്തോടെ തൻ്റെ ഓഫീസിലിരുന്ന് പ്രസംഗം തയ്യാറാക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാണ് റോസ്മേരി അവിടേക്ക് കടന്നു വരുന്നത്. ടോമിനെ ആക്രമിച്ചത് ഏതെങ്കിലും പ്രായമായ ഒരു സ്ത്രീയല്ല, മറിച്ച് അത് സീ ഹാഗ് ആണെന്ന് അവൾ വ്യക്തമാക്കുന്നു. ആരാണ് ഈ സീ ഹാഗ്? കടൽ കിളവി അല്ലെങ്കിൽ കടൽ രാക്ഷസി. അവിടുത്തെ നാടോടി കഥകൾ അനുസരിച്ച് ഈ ജീവി ദ്വീപിലെ ഒറ്റപ്പെട്ടു കഴിയുന്ന കടലുമായി ബന്ധപ്പെട്ട ജീവനക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. രാത്രികാലങ്ങളിൽ അവരെ പിന്തുടർന്ന് വീട്ടിലേക്കെത്തി അവരെ കൊല്ലുകയാണ് ഇതിൻ്റെ രീതി. ഈ കിളവി തൻ്റെ ഇരകളെ നഖം കൊണ്ട് പോറാനൊരു കാരണമുണ്ട്. ഒരിക്കൽ ഇരയുടെ തൊലി ഇതിൻ്റെ നഖങ്ങൾക്കിടയിൽ കുടുങ്ങിയാൽ പിന്നെ അവർ എവിടെ പോയി ഒളിച്ചാലും ഇതിനെ കണ്ടെത്താൻ പറ്റും. അത്തരത്തിൽ കൗശലക്കാരി ഒരു പിശാചാണിത്. ഇരകൾ മാനസികമായും ശാരീരികമായും ഏറ്റവും ദുർബലരായിരിക്കുന്ന സമയത്താണ് ഇത് ആക്രമിക്കുക. റോസ്മേരി ഈ കഥ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അമിതമായ പുകവലി കാരണം ഉണ്ടാകുന്ന കടുത്ത ചുമ ലോഫ്റ്റിസിന് ആശ്വാസമാണ്. കാരണം അന്ധവിശ്വാസങ്ങളൊക്കെ അയാൾക്ക് ഇപ്പോൾ കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്. അതുകൊണ്ട് ബാക്കി കേൾക്കാൻ നിൽക്കാതെ ടോം നേരെ കടൽ തീരത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി. അവസാന നിമിഷം ഡെയിൽ പറയുകയാണ് കടൽ തീരത്ത് കറണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെ മൈക്ക് വെച്ച് പ്രസംഗിക്കും? എന്തായാലും നല്ല ഉത്തരവാദിത്തമുള്ളവർ തന്നെ കൂടെ ഉള്ളത്. ഈ ചടങ്ങിന് ശേഷമുള്ള കോക്ടെയിൽ പാർട്ടിയുടെ തിരക്കിലായതുകൊണ്ട് പട്രീഷ്യയ്ക്ക് ഇതിൽ സഹായിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരനെ ഗ്യാരറ്റിൻ്റെ കയ്യിൽ ഇതിനൊരു പരിഹാരമുണ്ട്. അയാൾ വൈകാതെ അതുമായി എത്തുമെന്ന് പറയുമ്പോൾ ലോഫ്റ്റിസ് നോക്കുമ്പോൾ കാണുന്നതോ ആ പ്രായമായ മനുഷ്യൻ അങ്ങ് ദൂരെയായി നേരെ സൈക്കിളിലേക്ക് കയറുന്നു. പാതി വരെ ചവിട്ടിയിട്ട് എന്തോ മറന്നെടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോകുന്നു. അന്യായ ലാഗ്. ഒടുവിൽ മൈക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ടോം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാണ് തൻ്റെ പ്രസംഗം നടത്തുന്നത്. അങ്ങനെ ഒരു നല്ല സ്പീച്ചിന് ശേഷം എല്ലാ ടൂറിസ്റ്റുകളും നാട്ടുകാരും ഉത്സാഹത്തോടെ കൈയടിച്ചങ്ങനെ ലോഫ്റ്റിസ് ചടങ്ങിലേക്ക് കടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ദൂരെയുള്ള ആ പൊങ്ങിനെ ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങി. പോക്കൊക്കെ നല്ല രീതിയിലായിരുന്നു. എന്നാൽ അവിടെ എത്തി കാണികളെ കൈ കാണിക്കെ ഒരു തല, ആ കടൽ രാക്ഷസിയുടെ. ലോഫ്റ്റിസിന് പേടിയായി. അയാൾ നീന്തി തിരികെ തീരത്തേക്ക് വരുന്ന വഴിയിൽ വെള്ളത്തിനിടയിൽ വെച്ച് ആ കടൽ കിളവി ടോമിൻ്റെ കാലിലായി പിടുത്തമിടുകയും മുക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ തോന്നി. പിടയുന്നത് നോക്കുമ്പോഴോ ആള് തീരത്തെത്തി. വെപ്രാളം കണ്ടിട്ട് വെച്ചീർ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എല്ലാം ഒരു തോന്നലായിരിക്കാം എന്ന് കരുതിയെങ്കിലും കാലിൽ നോക്കുമ്പോൾ അവർ കാലെ പിടിച്ച സ്ഥലത്തിപ്പോൾ വീണ്ടും ഒരു പോറൽ. എന്തോ പ്രശ്നമാണ്. ഇനിയും ഈ ലക്ഷണങ്ങളെ അവഗണിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ടോം നേരെ വിക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കടൽ കിളവിയെക്കുറിച്ച് സംസാരിക്കാനാണ് അയാൾ അവിടേക്ക് എത്തിയത്. വിക്കി ഇതിനെപ്പറ്റി കേട്ടതും പെട്ടെന്നൊരു പഴയ പാട്ട് പാടാൻ തുടങ്ങി. ഒരുതരം നാവികനും കടൽക്കിളവിയും തമ്മിലുള്ള കഥയായിരുന്നു അത്. കടൽക്കിളവി അയാളുടെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടാക്കി. അതിലൂടെ അവൻ്റെ പ്രതിഷ്ഠിതമായി മാറി. ശേഷം അവൻ പോകുന്നിടത്തെല്ലാം അവൾ പിന്തുടർന്നു. ഒടുവിൽ ഒരു ദിവസം രാത്രി അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ ആ കിടക്കയിൽ കയറി അവൻ്റെ മുഖത്തേക്ക് കയറിയിരുന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇതെല്ലാം കേട്ട് ലോഫ്റ്റിസിൻ്റെ അരിശം കയറി പൊട്ടത്തരം കേൾക്കാൻ വരരുതായിരുന്നു എന്ന് പോകാൻ നിൽക്കെ വിക്കിന് കാര്യം മനസ്സിലായി. അയാളോട് ഒരു വിചിത്രമായ വഴി പറഞ്ഞു കൊടുക്കുന്നു. ലോഫ്റ്റിസ് ഒരു വലിയ പെട്ടി സെറ്റാക്കി അതിനുള്ളിൽ കയറിയിരുന്ന് ഉള്ളിൽ നിന്നും പൊട്ടി 72 മണിക്കൂർ കാത്തിരിക്കണം. കടൽക്കിളവിയുടെ നഖത്തിൽ ഒരുതരം വിഷമുണ്ട്. പോറലേറ്റ് കൃത്യം 24 മണിക്കൂറിന് ശേഷം, അതായത് അന്നേ ദിവസം രാത്രി ടോമിൻ്റെ ശരീരം തളർന്നു പോകും. ആ സമയത്താണ് അവൾ വന്ന് ഇരയെ കൊല്ലുക. എന്നാൽ ഈ പറഞ്ഞ പെട്ടിക്കുള്ളിലിരുന്നാൽ അവൾക്ക് ടോമിനെ തൊടാൻ പറ്റില്ല. 72 മണിക്കൂർ കഴിയുമ്പോൾ ആ മുറിവുകൾ ഉണങ്ങുകയും അതോടെ കിളവിക്ക് ലോഫ്റ്റിസിൻ്റെ സാന്നിധ്യം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. ടോമിന് ഇതെല്ലാം കേട്ടിട്ട് തികച്ചും വിഡിത്തമായിട്ടാണ് തോന്നുന്നത്. അയാളതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ സ്വന്തം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി മുറികളിൽ മരുന്ന് വെച്ച ശേഷം ഇവാൻ്റെ മുറിയിൽ ചിരിയും ബഹളവും കേട്ട് ചെന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരായ ഗിൽ, PJ എന്നിവരോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഇവാൻ ടോമിനോട് പറഞ്ഞു, മരീസ എന്നൊരു സ്ത്രീ വീട്ടിലേക്ക് ഫോൺ ചേരുന്നതായും അവർ ഇപ്പോൾ ഡ്രിഫ്റ്റ്വുഡ് എന്ന ഹോട്ടലിലുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നും. ഈ വാർത്ത കേട്ടതോടെ ടോമിൻ്റെ മൂഡ് വീണ്ടും നന്നായി. ഈ ഒരു അവസരം മുതലെടുത്ത് ഇവാൻ തൻ്റെ കൂട്ടുകാരനായ ഷോണിൻ്റെ വീട്ടിൽ ഇന്ന് രാത്രി നിന്നോട്ടെ എന്ന് ചോദിച്ചു. അവനാണെ ഇപ്പോൾ തന്നെ കഞ്ചാവൊക്കെ അടിച്ച് കിറങ്ങിയിരിക്കുകയാണ്. ഷോണിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കാണണമെന്നും പുറത്തേക്കൊന്നും കറങ്ങാൻ പോരെന്നും പറഞ്ഞ് ടോം അതിന് അനുവാദം നൽകി. അങ്ങനെ അയാൾ ഡ്രിഫ്റ്റ്വുഡിലെത്തി മരീസയെ കണ്ടുമുട്ടുന്നു. അവരൊരുമിച്ചിരുന്ന് കുറച്ചു നേരം സംസാരിച്ച് പിന്നീട് ടോമിൻ്റെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ചും സംസാരം വന്നു. പ്രസവ സമയത്തുള്ള അപ്രതീക്ഷിതമായ മരണമായിരുന്നു അവരുടേത്. ഇത് കേട്ടപ്പോൾ മരീസയ്ക്ക് ടോമിനോട് വലിയ സഹതാപം തോന്നി. അങ്ങനെയൊക്കെ ഇരിക്കെ ഒരു കാര്യം, ഈ രാത്രിയിലല്ലേ സൺസെറ്റ് കോക്ടെയിൽ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോഫ്റ്റിസിനത് പെട്ടെന്ന് ഓർമ്മ വന്ന് ചെന്നില്ലെങ്കിൽ പട്രീഷ്യ കൊല്ലും എന്നും പറഞ്ഞ് പിരിയുന്നതിന് മുന്നേ മരീസയോട് കൂടുന്നൊന്നും ചോദിച്ചു. എന്നാൽ അവൾ ചോദിച്ചത് നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോയാലോ എന്നായിരുന്നു. പരസ്പരം അടുക്കാനുള്ള താല്പര്യത്തോടെയാണ് അവളത് ചോദിച്ചത്. എന്നാൽ ഇത് ചോദിച്ചപ്പോൾ ലോഫ്റ്റിസിന് ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഇത്. തലയിലാകട്ടെ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും വിക്ക് പറഞ്ഞ കടൽക്കിളവിയുടെ പുകലുകൾ നിൽക്കുന്നതിനാൽ മറ്റൊരു ദിവസമാകാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടാവുന്നത്. ഇന്നേരം നമ്മൾ മറ്റൊരു സംഭവം കാണുകയാണ്. ആ പുരോഹിതനില്ലേ, റെക്ടർ ബ്രൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കക്ഷി വനത്തിനുള്ളിലൂടെ വളരെ പരിഭ്രാന്തിയോടെ ധൃതിയിൽ എങ്ങോട്ടോ പോവുകയാണ്.
നടന്ന് അവിടെ കുറച്ചടുത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പഴയ കിണർ കണ്ടെത്തുന്നു. അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ടോ എന്ന് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അങ്ങനെ ശ്രദ്ധയോടെ നിൽക്കെ ആ കിണറിൽ നിന്ന് എന്തോ ഭയപ്പെടുത്തുന്ന മൂളൽ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാൽ കണ്ണ് തെള്ളിപ്പോയി. നമ്മുടെ ടൈറ്റൻ എക്സിൻ്റേത് പോലുള്ള ശബ്ദം. ഇത് കേട്ടതും ബ്രൈസ് ആകെ ഞെട്ടി വിറച്ചുപോയി. വനത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്ന അദ്ദേഹം വഴിയിൽ ഇവാനെയും കൂട്ടരെയും കാണുന്നു. അവർ തങ്ങളുടെ വൈബുള്ള ചില ടൂറിസ്റ്റ് ഗേൾസുമായി ചങ്ങാത്തത്തിലായി പരസ്പരം ഓരോന്ന് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ഡോക്ടർ വന്നിട്ട് അവരോടായി ഇവിടെ വലിയൊരു തിന്മയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു. എന്താണ് ഡോക്ടർ ആ കാട്ടിനുള്ളിൽ തിരഞ്ഞു വന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. പള്ളിമണി താനെ മുഴങ്ങിയാൽ ഒരു വികാരി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കത്ത് മുന്നേ നമ്മൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തോ പ്രവൃത്തിയാണ് നടന്നത്. എന്നാൽ എന്തോ വലിയ പന്തികേടുണ്ടെന്ന് കുട്ടികളോട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായി. പാർട്ടിക്കെന്ന് പറഞ്ഞിറങ്ങിയെങ്കിലും ടോം എന്നാൽ നേരെ വീട്ടിലേക്കാണ് വന്നത്. ടെലിഫോണിലെ വോയിസ് മെയിൽ ആൻസറിംഗ് മെഷീൻ ഓൺ ചെയ്ത് ചില വീട്ടുപണികളിലേക്ക് കടന്നപ്പോൾ പെട്രീഷ്യയുടെ കറുത്ത ദേശത്തുള്ള വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വിക്കിൻ്റെ മെസ്സേജും ഉണ്ടായിരുന്നു. അതിത്തിരി ഗൗരവകരമായിരുന്നു. കടൽക്കിളവി ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അവൾ ഉറപ്പായും വരും എന്ന മുന്നറിയിപ്പായിരുന്നു അത്. ടോം ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും അയാളുടെ ശരീരത്തിന് എന്തോ ചെറിയ തളർച്ചയും ഉറക്കവും വരാൻ തുടങ്ങിയിരിക്കുന്നു. കയ്യിലെ ആ മുറിവിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കഥയിലൊരു മുട്ടൽ. ഇതോടെ ലോഫ്റ്റിസിന് പേടിയായി. ഇനി വിക്ക് പറഞ്ഞ പോലെ കടൽക്കിളവി എങ്ങാനും വരുന്നതാണോ തലയിൽ കയറുന്ന കൊല്ലാനായിട്ട്? പുറത്തെന്നാൽ മരീസയുടെ ശബ്ദമായിരുന്നു. തന്നെ അകത്തേക്ക് കയറ്റാൻ അവൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ടോമിൻ്റെ തലയിൽ വിക്കിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് കഥ തുറക്കാതെ മരീസയ്ക്ക് തൻ്റെ വീടെങ്ങനെ അറിയാം? അവൾ പറഞ്ഞ കൂട്ടുകാരെയോ ബാച്ചിലർ പാർട്ടിയോ താൻ ഇതുവരെ ഈ ദ്വീപിൽ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അവൾ എന്തിനാണ് ഈ അർദ്ധരാത്രിയിൽ അകത്തേക്ക് വരാൻ ഇത്രയും നിർബന്ധം പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിന്നു. മാരിസ മറുപടി കൊടുത്തെങ്കിലും ലോഫ്റ്റിസ് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, നീ എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി കേട്ടോ. പിന്നെ അനക്കൊന്നുമില്ല. പോയോ എന്ന് നോക്കാൻ ടോം കഥകൻ്റെ ലെൻസ് വഴി അങ്ങനെ നോക്കുമ്പോൾ ആരുമില്ല. ഇതോടെ ടോം ഉറപ്പിച്ചു, അമ്പടി അപ്പം മരിസ തന്നെ വേഷം മാറി നടക്കുന്ന കടൽ കിളവി. എന്നാൽ കോമഡി എന്താണെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ മരീസ തന്നെയായിരുന്നു. കുറേ പ്രതീക്ഷയോടെ വന്നതാണ്. എന്നാൽ ടോമിൻ്റെ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായിടി എന്നുള്ള സംസാരം കേട്ട് അവൾ ഇറങ്ങിപ്പോയതാ. തിരിച്ചങ്ങനെ കാത്തു നിന്ന കൂട്ടുകാർക്കടുത്തേക്ക് നടക്കവേ മേയർ തന്നോട് ഇങ്ങനെ പെരുമാറിയതിലുള്ള ദേഷ്യവും അപമാനത്തിലും അവൾ സ്വയം പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, മരീസ വെറും ഒരു സാധാരണ മനുഷ്യനാണ്, അവളല്ല കടൽ കിളവി. പാവം ലോഫ്റ്റിസിൻ്റെ ടൈം ആകെ മോശമാണ്. മുന്നേ ഹോട്ടലിൽ വെച്ച് അവർ വെയിറ്ററായ കാത്തിയോട് പലതവണ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കടൽക്കിളവിയെ ടോമിന് മാത്രമേ കാണാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ മരീസയ്ക്ക് കാത്തിയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നിർഭാഗ്യവശാൽ ആ പ്രയത്തെക്കുറിച്ചുള്ള ഭയം കാരണം ടോമിന് തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു നല്ല പ്രണയബന്ധം നഷ്ടമായി. ടോം വീടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും നന്നായി പൂട്ടുന്നു. അയാൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് പുറത്തുള്ളത് കടൽക്കിളവി തന്നെയാണെന്നാണ്. ഒരു ബേസ്ബോൾ ബാറ്റ് കയ്യിലെടുത്ത് ലിവിംഗ് റൂമിലെ സോഫയിൽ ആ കിളവിയെ നേരിടാൻ തയ്യാറായിരുന്നു. എന്നാൽ പെട്ടെന്ന് ലോഫ്റ്റിസിൻ്റെ കൈകാലുകൾ പൂർണ്ണമായി തളരുകയും മയങ്ങി വീഴുകയും ചെയ്തു. ആ അവസ്ഥയിൽ അയാളൊരു സ്വപ്നം കാണുന്നു. മരിച്ചുപോയ തൻ്റെ ഭാര്യ ഒരു കപ്പ് കോഫിയുമായി അടുത്തേക്ക് വരുന്നതായിരുന്നു അത്. എന്നാൽ പെട്ടെന്ന് അതൊരു ഇല്യൂഷൻ എന്നോണം ടോം ഞെട്ടി കണ്ണു തുറക്കുന്നു. ആ സമയം കണ്ടത് ആ കടൽക്കിളവി അവിടെ ഇരിക്കുന്നതായി. അതയാളുടെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറുകയാണ്. വിക്ക് പറഞ്ഞതുപോലെ മുഖത്തിരുന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. ടോം തൻ്റെ സർവ്വശക്തിയും എടുത്ത് അതിനെ സോഫയുടെ സഹായത്തോടെ തള്ളിമാറ്റി. ഭയാനകരംഗമാണെങ്കിലും ഇതൊക്കെ കണ്ടാൽ ചിരിച്ചു പോകും. കാല് തളർന്ന അവസ്ഥയിൽ ബാത്റൂമിലേക്ക് എഴിഞ്ഞുപോയി അവിടുത്തെ ബാത്ത് ടബിൽ ഒളിച്ചിരുന്നു. എന്നാൽ ആ പിശാച് അയാളെ അവിടെയും കണ്ടെത്തി. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് ഇരിക്കാൻ ആഞ്ഞതും വാതിൽ തകർത്തതാ വിക്ക് അവിടേക്ക്. വിക്ക് തൻ്റെ കയ്യിലിരുന്ന മീനുകൾക്ക് ഉപയോഗിക്കുന്ന തോക്കുപോലുള്ള ആയുധം വെച്ച് അവർക്ക് നേരെ വെടി വെക്കുന്നതും ആ കിളവി വലിയൊരു സ്ഫോടനത്തോടെ കറുത്ത അഴുക്കുവെള്ളവുമായി മാറി അപ്രത്യക്ഷമായി. അതോടെ അവൾ ടോമിലുണ്ടാക്കിയ ആ തളർച്ചയുടെ എഫക്റ്റും കുറഞ്ഞു. അപ്പോൾ വിക്കും റോസ്മേരിയും പറഞ്ഞത് സത്യമായിരുന്നു. ശ്വാസം നേരെ വീണപ്പോൾ ടോം വിക്കിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ദ്വീപിൽ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്? വിക്ക് പറഞ്ഞു, എനിക്കും അറിയില്ല. അങ്ങനെ അയാൾ ടോമിനെ ബാത്ത് ടബിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുമ്പോൾ ലോഫ്റ്റിസിന് ഫോണിലായി വീണ്ടും ഒരു വോയിസ് മെസ്സേജ് വരുന്നു. അത് ഡോക്ടർ ബ്രൈസിൻ്റേതായിരുന്നു. താൻ ആ ശബ്ദം കേട്ടെന്നും തന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം വളരെ ദയനീയമായി പറയുന്നുണ്ടായിരുന്നു. വൈകാതെ അവിടെ എങ്ങും പള്ളിമണി നിർത്താതെ മുഴങ്ങുവാണ്. ഡോക്ടറിന് എന്താണ് സംഭവിക്കുന്നത്? ഇതിന് തൊട്ടു പിന്നാലെ വിക്കിൻ്റെ കയ്യിലിരുന്ന വയർലെസ് റേഡിയോയിൽ വെച്ചുകൊണ്ട് അലേർട്ട്. പെട്രീഷ്യ സൺസെറ്റ് കോക്ടെയിൽ പാർട്ടി ഒരുക്കിയ ആ സ്ഥലത്ത് എല്ലാ ഫയർഫോഴ്സ് വണ്ടികളോടും അടിയന്തരമായി എത്തിച്ചേരാൻ അയാൾ ആവശ്യപ്പെടുകയാണ്. കാരണം അവിടെ എന്തോ ഭീകരമായൊരു സംഭവം നടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഒരു കൊച്ചു ദ്വീപിൽ സംഭവിക്കുന്നതെന്ന് നമ്മളെ കൂടുതൽ നിഗൂഢതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ചരിത്ര മ്യൂസിയത്തിലെ വിവരങ്ങളിലേക്ക് വരാം. റിച്ചാർഡ് ഒരു വിഡോവർ ആണെന്നും എന്നാൽ സേറ അയാളുടെ രണ്ടാമത്തെ ഭാര്യയാണെന്നും ജെറി പറയുന്നുണ്ട്. ചിലപ്പോൾ ആ കടൽക്കിളവി മറ്റാരുമല്ല, അത് റിച്ചാർഡിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ആത്മാവായിരിക്കാം. രണ്ടാമത് വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്ന വിഡോവേഴ്സിനെ കൊലപ്പെടുത്തുകയാണ് അവളുടെ ലക്ഷ്യം. ടോം ഒരു വിഡോവറാണ്. അയാൾ മരിച്ചയെ കണ്ടുമുട്ടുകയും അവളോട് പ്രണയം തോന്നുകയും ചെയ്ത നിമിഷം മുതലാണ് ഈ കടൽക്കിളവി ടോമിനെ വേട്ടയാടാൻ തുടങ്ങുന്നത്.
അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ അപകടം ശരിക്കുമുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അല്ലാതെ ഷട്ടർ ഐലൻഡ് സിനിമയിലെ പോലെ എല്ലാവർക്കും തോന്നുന്ന ഭ്രമമല്ല. എന്നാൽ ഇത് ഈ ദ്വീപിൽ നടക്കാൻ പോകുന്ന വലിയ ഭയാനകമായ സംഭവങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് പൂർണ്ണമായി ഉറപ്പില്ല. എങ്കിലും മേയർ ടോം ലോഫ്രീസ് ഈ ദ്വീപിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇവിടെ വരുത്താൻ ശ്രമിക്കുന്ന സാംസ്കാരികവും സാമ്പത്തികവുമായ മാറ്റങ്ങളുമായി ഇതിനെന്തോ ബന്ധമുണ്ട്. ദ്വീപ് അതിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ഡയറക്ടറായ ബ്രൈസിന് വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഡയറക്ടറുടെ കാര്യത്തിൽ പള്ളിമണിയെല്ലാം കേട്ടത് വെച്ച് എന്തോ അപകടം മണക്കുന്നുണ്ട്. എന്തായാലും ഈ കടൽക്കളയുമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം ടോം ലോഫ്രീസിൻ്റെ മനസ്സ് പൂർണ്ണമായി മാറി. ഇനി ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് പകരം നാട്ടുകാരെ രക്ഷിക്കാൻ അയാൾ വെക്കിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്നുറപ്പാണ്. പക്ഷേ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം എന്തെന്നാൽ അവിടുത്തെ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്ന വഴി നല്ല പണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇനി ലോഫ്രീസിൻ്റെ വിക്കിൻ്റെ വാക്ക് കേട്ട് ദ്വീപ് അടച്ചിടാൻ സമ്മതിക്കില്ല. എന്തു വന്നാലും ദ്വീപ് തുറന്നു തന്നെ വയ്ക്കണം എന്നവർ വാശി പിടിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ടോമിനും വിക്കിനും ചേർന്ന് ഈ വിഡോസ് ബേ ദ്വീപിനെ പഴയ പോലെയാക്കി രക്ഷിക്കാൻ പറ്റുമോ? അതോ ഈ നഗരം പൂർണ്ണമായും നശിച്ചു പോകുമോ?